ഈ ചെറിയ ആശുപത്രികൾക്ക് പിടിച്ചിരിക്കാൻ പറഞ്ഞ പെരിഫറൽ ആശുപത്രിക്ക് തുടങ്ങിയിട്ട് ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഭയങ്കരമായ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ക്ലിനിക്ക് നടത്താൻ പറ്റാത്ത നിലവാരത്തിലേക്ക് എത്തും, പൂട്ടിപ്പോകും. അങ്ങനെ പൂട്ടിപ്പോയിട്ടുള്ള നിരവധി ആശുപത്രികളുണ്ട് ഇപ്പോഴും. അങ്ങനെയാണ് ആ ആശുപത്രികൾ മുഴുവൻ പൂട്ടിപ്പോയത്. അങ്ങനെ നോക്കാനുള്ള സംവിധാനം നമ്മൾ മെഡിക്കൽ റെഗുലേറ്ററി ആക്ട് നമ്മൾ നിലവിലുണ്ട്, നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ആ ആക്ടിന് കീഴിൽ പോലും നമുക്ക് ഇവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് പലപ്പോഴും ഇവരെ ഈ പറയുന്ന ആകെ കൂടെ പലപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെയൊക്കെ പൈസ എത്രയാകുമെന്ന് നേരത്തെ പറയാൻ മാത്രമാണ് ഉള്ള ഒരു സംഭവം മാത്രമാണ് വാസ്തവത്തിൽ കുറച്ചെങ്കിലുമൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. രോഗം വരുമ്പോൾ മതിയല്ലോ. അപ്പോൾ എനിക്ക് രോഗം വരില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. രോഗം എന്തായാലും തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും നമ്മൾ കയറി പിടിക്കുമെന്നുള്ള ഉറപ്പാണ്. നേരത്തെ ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പ് പ്രൈവറ്റ് ആശുപത്രികൾ അങ്ങനെ അല്ലായിരുന്നു. ഈ പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രികൾ ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾക്ക് ഇടയിൽ നിൽക്കുന്ന സർക്കാർ ആശുപത്രികൾക്കും വലിയ ആശുപത്രികൾക്കും ഇടയിൽ നിൽക്കുന്ന ഒരു കുഷനിങ് സംവിധാനമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഡോക്ടർമാർ സ്വന്തമായി നടത്തുന്ന ചെറിയ ക്ലിനിക്ക് മുതൽ കുറച്ചുകൂടെ ഒരു 10 ബെഡോ 20 ബെഡോ ഉള്ള ആശുപത്രി, അല്ലെങ്കിൽ 50 ബെഡുള്ള ആശുപത്രി, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രസവത്തിന് വേണ്ടിയുള്ള മാത്രമുള്ള ആശുപത്രി, അങ്ങനെ അതിനകത്ത് ഒരു സോഷ്യൽ കൺട്രോൾ, പ്രത്യേകിച്ച് നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വന്നിട്ട് ഒരാളുടെ ബില്ല് കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൊടുക്കുക എന്ന് പറയാനുള്ള സൗകര്യവും അത് കേൾക്കുന്ന മാനേജ്മെൻറ്റും ഡോക്ടർമാരും ഒക്കെ ആയിട്ട് നടന്നത്. അതുപോലെ സഹകരണ മേഖലയിലെ ആശുപത്രികൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കുഷനിങ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന വലിയ വലിയ ആശുപത്രികളൊക്കെ, പ്രത്യേകിച്ച് വിദേശ മാനേജ്മെൻറ്റൊക്കെ ഉള്ള ഈ പറയുന്ന പുതിയ ആശുപത്രികൾ വരുമ്പോൾ അവർ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള നമ്മുടെ ആശുപത്രികൾ, നമ്മൾ മുമ്പ് തന്നെ കിംസിനൊക്കെ ഭയങ്കര ചിലവെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 10 ഇരട്ടിയെങ്കിലും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് തന്നെ അവിടുത്തെ ചിലവ് 10 ഇരട്ടി കൂടിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല അവരുടെ മാർക്കറ്റിംഗ് രീതി ഭയങ്കര അഗ്രസീവാണ്. അത് ഈ ചെറിയ ആശുപത്രികൾക്ക് പിടിച്ചിരിക്കാൻ പറഞ്ഞ പെരിഫറൽ ആശുപത്രിക്ക് തുടങ്ങിയിട്ട് ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഭയങ്കരമായ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ക്ലിനിക്ക് നടത്താൻ പറ്റാത്ത നിലവാരത്തിലേക്ക് എത്തും, പൂട്ടിപ്പോകും. അങ്ങനെ പൂട്ടിപ്പോയിട്ടുള്ള നിരവധി ആശുപത്രികളുണ്ട് ഇപ്പോഴും. അങ്ങനെയാണ് ആ ആശുപത്രികൾ മുഴുവൻ പൂട്ടിപ്പോയത്. ഇപ്പോൾ ഇവർ നടത്തുന്ന ഈ പറയുന്ന ഇതിനകത്ത്, ഈ കച്ചവടത്തിനകത്ത് അവർ കച്ചവടമായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും വലിയൊരു കച്ചവടവും ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കേരള സമൂഹത്തിനകത്ത് ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉണ്ട്. ആൾക്കാർ മിഡിൽ ക്ലാസ് തൊട്ട് അപ്പർ ക്ലാസ് വരെ ആൾക്കാരുടെ കയ്യിൽ പൈസയുണ്ട്. ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സൈഫണിങ് ഏജൻ്റായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ആശുപത്രികൾ വർത്തിക്കുന്നത്. അതിനകത്ത് അശാസ്ത്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന അവിടെ വരുന്ന ലാബ് ഏറ്റവും വലിയ ചിലവെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ വരുന്ന ഏറ്റവും ലാബായിരിക്കും. ഈ പറയുന്ന ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നടക്കുന്നത്. പലപ്പോഴും ഒരു ഓൾ ബ്ലഡ് എന്നൊരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ടുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡിലുള്ള മുഴുവൻ പാരാമീറ്റേഴ്സും ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ലാബിൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ ഒരു വലിയ എമൗണ്ട് ആയി കഴിയും. ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ ഈ പറയുന്ന ബാക്കി എല്ലാ ഇൻവെസ്റ്റിഗേഷനും നടത്തിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള സപ്പോർട്ട് സർവീസിന് ഭയങ്കരമായിട്ട് എക്സ്യൂബറൻ്റ് ആയിട്ട് ഇരിക്കുക. അങ്ങനെ മിക്കവാറും എല്ലാ കാര്യത്തിനകത്തും നമുക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആണ് വരുന്നത്. ഒരു വിദഗ്ധൻ മാത്രം ഇരുന്ന് നോക്കിയാൽ മാത്രമേ വാസ്തവത്തിൽ ഇതൊക്കെ ആവശ്യമാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനേ കഴിയുള്ളൂ. അങ്ങനെ നോക്കാനുള്ള സംവിധാനം നമ്മൾ മെഡിക്കൽ റെഗുലേറ്ററി ആക്ട് നമ്മൾ നിലവിലുണ്ട്, നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ആ ആക്ടിന് കീഴിൽ പോലും നമുക്ക് ഇവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് പലപ്പോഴും ഇവരെ ഈ പറയുന്ന ആകെ കൂടെ പലപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെയൊക്കെ പൈസ എത്രയാകുമെന്ന് നേരത്തെ പറയാൻ മാത്രമാണ് ഉള്ള ഒരു സംഭവം മാത്രമാണ് വാസ്തവത്തിൽ കുറച്ചെങ്കിലുമൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ഹിഡൻ ചാർജസ് എത്രയുണ്ടെന്നോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ചാർജസ് എത്രയുണ്ടെന്നോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് കഴിഞ്ഞാൽ എത്ര ചാർജ് കൂടുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ലൂപ്പ് ഹോൾസാണ്. ഈ ലൂപ്പ് ഹോൾസിൽ കയറി പിടിച്ചിട്ട് ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവർക്ക് ഈ പറയുന്ന വലിയ ചാർജ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതുകൊണ്ടുണ്ടാവുന്ന ദാരിദ്ര്യവൽക്കരണം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പരിഹാരം വാസ്തവത്തിൽ നമ്മളത് തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. ഈ ആശുപത്രികളെ നിയന്ത്രിക്കുന്നത് വാസ്തവത്തിൽ പൈസയുള്ളവർ എന്ത് കഴിഞ്ഞാലും അവർ വലിയ സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രയോജനം വരും, അവർ പോയിക്കോട്ടെ. പക്ഷേ ഇതുമൂലം ദാരിദ്ര്യവൽക്കരണം ഉണ്ടാവാൻ പാടില്ല. സമൂഹത്തിനകത്ത് ആൾക്കാർക്ക് വലിയ വലിയ
ചികിത്സ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ചികിത്സ ആരോഗ്യപരമായി ജീവിക്കാനാണ്, പക്ഷേ ചികിത്സ തന്നെ അത് അല്ലാതെ അനാരോഗ്യകരമായി ജീവിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇടപെടലായിട്ട് മാറുമ്പോൾ അതിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാനുള്ളൊരു ബാധ്യത തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ റേഷൻ കട തുടങ്ങുന്ന അതേപോലെ തന്നെയാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമ്മൾ റേഷൻ കടയും മറ്റേ സിവിൽ സപ്ലൈസും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. യാത്ര ചെലവ് കുറയ്ക്കാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. അതിനൊരു നിയന്ത്രണം ഇപ്പുറത്താണ് വേണ്ടി വരുന്നത്. അത് അവിടെ നമ്മൾ ചിലവഴിക്കാൻ പറ്റും. നമുക്ക് പൈസ അപ്പുറത്ത് ചിലവഴിക്കുന്നു, അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് പോലും ഇവിടെ ചിലവഴിക്കാൻ നമുക്ക് സമ്മതമല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ബോധം ആ നിലവാരത്തിലേക്ക് താഴുകയും അതിനെതിരെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട്. കാരണം നമ്മളെപ്പോഴും ആലോചിക്കുന്നത് രോഗം വരുമ്പോൾ മതിയല്ലോ, അപ്പോൾ എനിക്ക് രോഗം വരില്ല എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. രോഗം എന്തായാലും തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും നമ്മളെ കയറി പിടിക്കുമെന്നുള്ള ഉറപ്പാണ്. അതിന് നേരത്തെ തന്നെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും പൊതുജനാരോഗ്യ രംഗത്തുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ ഇതിനെക്കാട്ടി വളരെ മെച്ചപ്പെട്ടതും ആളുകൾ കെയർ എന്ന് പറയുന്നത് അത് നമുക്ക് അത്യാവശ്യമാണത്. അത് കെയർ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥത്തിലെടുക്കുകയും ചികിത്സയ്ക്കാണെങ്കിൽ പോലും അതിനുള്ള ആളുകൾ കൊടുക്കുകയും അത് നന്നായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഈ ഒരു പ്രതിസന്ധി മുറിച്ചു കടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.